സാറേ, നമ്മുടെ പുതിയ ബജറ്റിൽ ശമ്പളക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് പ്രതികൂലമായ ഒരു കെണി പതുങ്ങിയിരിപ്പുണ്ടെന്ന് ചെറിയൊരു സംസാരം. എന്താണ് ആ കെണി? ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നവരാണ്. എന്തെങ്കിലും കെണി ഉണ്ടോ? ബജറ്റില് എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നത് ഈ ജീവനക്കാരായിരുന്നു, ശമ്പളക്കാരായ ജീവനക്കാർ. അതായത് മിഡിൽ ക്ലാസ്സിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ തീരുമാനങ്ങൾ ഉണ്ടാവും എന്ന് എപ്പോഴും ആളുകൾ പറയുമ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ മേഖലയിലാണ്. ഇൻകം ടാക്സിൽ നമുക്ക് ഇത്ര കുറവ് കിട്ടും എന്നുള്ളതാണ് എപ്പോഴും അവർ ചിന്തിക്കുന്നത്. ഓരോ വർഷവും ഇൻകം ടാക്സിന്റെ ഈ അസസ്മെന്റ് ഇയറും അതിന്റെ റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയമാകുമ്പോൾ ജീവനക്കാർക്ക് ഒരു ആദ്യമാണ്. കാര്യം നല്ലൊരു തുക നികുതി ഇനത്തിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെയൊക്കെ നമുക്ക് സേവ് ചെയ്യാം എന്നാണ് ഈ കാലങ്ങളിൽ ഈ സമയത്തൊക്കെ അവരിന്ന് ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നവർക്കാണ് ഇന്നലെ ധനമന്ത്രി പ്രഖ്യാപനം നടത്തിയത്. ഈ 7.25 ലക്ഷം രൂപ വരെ ഉള്ളവർക്ക് നികുതിയിൽ ഇളവ് കിട്ടും എന്നുള്ള തരത്തിൽ. അത് വേണ്ടത്ര പരിശോധനയോ ഗവേഷണമോ ഇല്ലാതെ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. കാര്യം ഇത് വലിയ ഇളവ് വരുന്നതാണ്. പക്ഷേ ഞാൻ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചപ്പോൾ ആ ഇളവിലൊന്നും ഒരു കാര്യമില്ല എന്ന് മനസ്സിലായി. എന്താണ് ആ ഇളവിനപ്പുറം ഒരു കെണി ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതായത് നിലവിൽ ആദായ വകുപ്പില് 2 സമ്പ്രദായങ്ങളാണ് ഉള്ളത്. ഓൾഡ് റഷീമും ന്യൂ റഷീമും അതിന്റെ 2 സ്കീമുകളാണ്. ഈ ഓൾഡ് റഷീം പണ്ട് മുതലേ ഉള്ളതാണ്. 2020 ന്യൂ റഷീം എന്ന് പറഞ്ഞ പുതിയ നികുതി വ്യവസ്ഥ കൊണ്ടുവരുന്നത്. ഈ ധനമന്ത്രി തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു ജീവനക്കാരന് എനിക്ക് പിന്നെ പഴയത് വേണോ പുതിയത് വേണോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടുപേരും ഈ നികുതി കൊടുക്കുന്ന സമയമാകുമ്പോൾ രണ്ടിലോട്ട് മാറി മാറി ചെക്ക് ചെയ്ത് നോക്കും. ഏറ്റവും കുറവ് നികുതി ഏതാണോ ആ സമ്പ്രദായത്തിൽ കൂടി അവർ ഈ ടാക്സ് കൊടുക്കുന്നതാണ് നിലവിൽ വന്നുകൊണ്ടിരുന്ന രീതി. ഇപ്പോഴും ഈ 2 സ്കീമുകളും നിലവിലുണ്ട്. ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ ധനമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ച ഇളവുകൾ പഴയ സ്കീമുകാർക്കില്ല. അതായത് പഴയ നികുതി വ്യവസ്ഥയാണ് സാറ് പിന്തുടരുന്നത് എങ്കിൽ ഇന്നലെ പറഞ്ഞ ഇളവ് സാറിനില്ല. അതായത് 2 ഇളവാണ് പ്രധാനമായിട്ട് ഇന്നലെ പറഞ്ഞത്. ഒന്ന്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അത് 50,000 രൂപയാണ് നിലവിൽ. അത് 75,000 രൂപയാക്കി ഉയർത്തി കൊടുത്തു. അപ്പൊ ആ 25,000 രൂപയുടെ നികുതി എന്താണ് നമുക്ക് ലാഭമാണ്. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എവിടെയുണ്ട്? പഴയ നികുതി വ്യവസ്ഥയിലുണ്ട്. അവിടെ 25,000 കൂട്ടിയിട്ടില്ല. അവിടെ 50,000 തന്നെയാണ് കൂട്ടിക്കൊടുത്ത ആർക്കാ? ന്യൂ റഷീമിൽപ്പെട്ടവർ. രണ്ടാമത്തെ ഒരു ഇളവ് എന്ന് പറയുന്നത് ന്യൂ സ്കീമിൽ തന്നെ നേരത്തെ 5 സ്ലാബ് ഉണ്ടായിരുന്നു, ഇപ്പോഴും 5 സ്ലാബ് തന്നെയാണ്. പക്ഷെ ഒരു പുതിയ സ്ലാബ് കൂടെ ഉൾപ്പെടുത്തി ചെറിയൊരു നേട്ടം കൊടുത്തിട്ടുണ്ട്. അതാണ് പത്രങ്ങൾ ആഘോഷിക്കുന്നത്, മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നതാണ്. 7.25 ലക്ഷം രൂപ വരെ പിന്നെ നികുതി ഇല്ല എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് ആ ഒരു സംഭവം എടുത്തിട്ടാണ്. ഒരുപാട് പേർ അതിലാണ് നിൽക്കുന്നത്. സംഭവം നിൽക്കുന്നത് വാസ്തവമാണ്. ഇല്ലാന്ന് പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ 75,000 രൂപ, അതായത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷന്റെ 75,000 രൂപ, 7 ലക്ഷം രൂപ വരെ, 3 മുതൽ 7 ലക്ഷം വരെ 5% നികുതി. ഒരു 5% ചെറിയ പൈസ ആയിരിക്കും. അപ്പൊ ഈ 5% കൊടുത്തുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ ഈ 5% ചെറുക്ക് വീണ്ടും ഒഴിവാകും. കാരണം ഈ 75,000 അവിടെ 40 ചിലപ്പോൾ അത് ഒഴിവായി പോവാം. അപ്പൊ നമ്മുടെ നാട്ടിലെ മിക്കവാറും എല്ലാ ജീവനക്കാരും ഈ സ്ലാബിനകത്ത് വരുന്നവരാണ്. പ്രതിവർഷം 7 ലക്ഷം രൂപയ്ക്ക് താഴെ വരുമാനക്കാരാണ് നമ്മുടെ ജീവനക്കാരിൽ കൂടുതൽ, പ്രത്യേകിച്ച് കേരളത്തിൽ. പിന്നെ കേന്ദ്ര ജീവനക്കാരാകുമ്പോൾ അവർ അടുത്ത സ്ലാബിൽ കുറച്ചുകൂടി ഉയർന്ന ശമ്പളം വാങ്ങുന്നവരാകുമ്പോഴത്തേക്ക് അത് കേരളത്തിൽ ഇല്ലാതില്ല. പക്ഷെ ഏറിയ ഭാഗം ഈ 7 ലക്ഷം രൂപയ്ക്കകത്ത് വരുന്നവരാണ് കൂടുതൽ. അതൊരു 10-12 വർഷം സർവീസ് വരുന്ന ആളുകളെല്ലാം അതിൽ വരുന്നവരാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് ഇത് വലിയൊരു നേട്ടമാണ്. എന്നാൽ മറുവശം നമ്മൾ നോക്കിയാലോ, ഈ ഓൾഡ് സ്കീമിൽ അവിടെ 80C എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. 1.5 ലക്ഷം രൂപ വരെ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാം. അതിൽ ഏതാണ്ട് ഒരു 70ഓളം പിന്നെ വകുപ്പുകളിലാണ് ഈ 1.5 ലക്ഷം രൂപ വരുന്നത്.
അപ്പൊ എന്നുവെച്ചാല് ഓരോരുത്തർക്ക് ഏതെങ്കിലും മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മക്കളുടെ ട്യൂഷൻ ഫീ, അതുപോലെ നമ്മൾ PF കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ, GPF കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസ, അതേമാതിരി പിന്നെ LIC ഒക്കെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രീമിയത്തിൽ പോകുന്ന തുക, പിന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്കീമുകളുണ്ട്, അതിലേക്ക് പോകുന്ന പ്രീമിയം തുക, ഇതെല്ലാം ഈ 1.5 ലക്ഷത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഡിഡക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ 1.5 ലക്ഷം രൂപയുടെ നികുതി അവിടെ ലാഭമാവും. ഇത് എവിടെ ഇല്ല, ATC ഇവിടെ ഇല്ല, ഇവിടെ ഒരു ഇളവുകളും ഇല്ല. പുതിയ സ്കീമിന്റെ പ്രത്യേകത അതാണ്, ഒരു ഇളവുമില്ല. ഇളവെന്ന് പറഞ്ഞ പ്രശ്നമേ ഇല്ല. നിങ്ങൾക്ക് 7 ലക്ഷം രൂപ വരെ മേലെ ഉണ്ടോ, നിങ്ങൾ 5% നികുതി കൊടുക്കണം. 3 ലക്ഷം വരെ 5 പൈസ നികുതിയില്ല പുതിയ സ്കീമിൽ. 3 ലക്ഷം വരെ ഒരു നികുതിയില്ല. പക്ഷെ 3 മുതൽ 7 വരെ ഇരിക്കുന്നു. അപ്പോ നിങ്ങൾ ആ സ്റ്റേജ് 3 കടന്നു കഴിഞ്ഞാൽ, ഏത് സ്റ്റേജിൽ പെട്ട് കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സ്ലാബിൽ നമ്മളതിൽ പെടും, നികുതി കൊടുക്കേണ്ടി വരും. ഒരു തരത്തിലുള്ള ഇളവുകൾ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശം പുതിയതിൽ ഇല്ല എന്നുള്ളതാണ്. ഇനി ഇപ്പുറത്താണെങ്കിലോ വേറൊരു ആകർഷണം കൂടിയുണ്ട്. ഹോം ലോൺ എടുത്തുള്ള ആളുകളാണെങ്കിൽ ഈ ഭവന വായ്പ 2 ലക്ഷം രൂപ വരെ അതിന്റെ പലിശയിൽ ഇളവ് കിട്ടും. അത് സീൽ ചെയ്തിട്ടുണ്ട് 2 ലക്ഷം രൂപ വരെ എന്നുള്ള. അപ്പൊ നേരത്തെ പറഞ്ഞ 1.5യും ഈ 2 ആകുമ്പോൾ 3.5 പിന്നെ ഒരു 50 സ്റ്റാൻഡ് ഡിഡക്ഷൻ ഉണ്ട്, 4 ലക്ഷം. അപ്പൊ 4 ലക്ഷം രൂപ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, പിന്നെ കുറയ്ക്കാൻ കഴിയും. ഇനി ഇത് കൂടാതെ ATC പുറത്തുനിന്ന് 80D എന്ന് പറഞ്ഞ പ്രൊവിഷൻ ഉണ്ട്. അതായത് നമ്മൾ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രീമിയം നിലവിൽ അതിന്റെ തുക 25,000 രൂപയാണ് മാക്സിമം ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ 25,000 രൂപയ്ക്ക് ഇപ്പം ഇത് കിട്ടില്ല എന്നുള്ളത്, അതിന്റെ എല്ലാം വില കൂടി. ഒരു 4 അംഗങ്ങളുള്ള ഒരു കുടുംബമാണെന്നുണ്ടെങ്കിൽ അത് 30,000 35,000 രൂപ വാർഷികമായിട്ട് പോവുകയാണ്. പക്ഷെ സർക്കാർ 25-ൽ സീൽ ചെയ്തിരിക്കുക. പലരും പ്രതീക്ഷിച്ചു അത് 50,000 രൂപ ആക്കും. പക്ഷെ ധനമന്ത്രി ഏരിയ തിരിഞ്ഞു നോക്കിയില്ല. എന്ന് വെച്ചാൽ പഴയ ഏരിയയിലേക്ക് കണ്ണയച്ചിട്ടേ ഇല്ല, മറിച്ച് ഇവിടേക്കാണ് കൂടുതൽ കേന്ദ്രീകരിച്ചത്. അതേമാതിരി ഈ പിന്നെ പഴയ സ്കീമില് ക്യാൻസർ രോഗികൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇളവുകൾ നേരത്തെ ATCക്കൊക്കെ പുറമെ ATDക്കൊക്കെ പുറമേ ഉള്ള സംഭവം. ഇങ്ങനെ ഒരുപാട് പിന്നെ സ്കീമുകൾ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ റിലീഫ് ഫണ്ടിലേക്ക് നമ്മൾ സംഭാവന ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ടാക്സ് റിബേറ്റ് അവിടെ കിട്ടും. ഇതൊന്നും ഈ പുതിയ റഷീമിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ATC ആൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷനാണ്. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്ഷൻ ചോദിച്ചാൽ ATC എന്ന് പറയും. കാര്യം അത്ര പൈസയായിട്ട് നികുതി കൊടുക്കണ്ടല്ലോ. ഇപ്പോ സംഭവിച്ചിരിക്കുന്നത് എന്താ, ഈ പുതിയ വ്യവസ്ഥയിൽ ഈ സ്ലാബ് കൂട്ടി നികുതി കുറച്ചപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഈ പതിയെ ഈ ഭാഗത്തുള്ളവരെ, ഓൾഡ് സ്കീം തിരഞ്ഞെടുക്കുന്നവരെ ന്യൂ സ്കീമിലേക്ക് ആകർഷിക്കുകയാണ് ധനമന്ത്രിയുടെ ലക്ഷ്യം. മാത്രമല്ല ഇവര് വളരെ സൂത്രശാലിയാണ്. കാരണം അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കിയത് കഴിഞ്ഞു. അതായത് ഇതിൽ ഇളവ് തന്നു എന്നൊരു ഇമേജ് പരക്കെ ചർച്ചയിലാവുകയും ചെയ്തു. ഇപ്പോഴാണ് ആളുകൾ വിശദമായിട്ട് അതിലേക്ക് പരിശോധനയിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പോ ഷീസ് എ ക്ലവർ ലേഡി എന്നേ നമുക്ക് പറയാൻ കഴിയും. ഇത് എനിക്ക് തോന്നുന്നത് ഭാവിയിൽ അടുത്ത സാമ്പത്തിക വർഷം ഈ ഓൾഡ് സ്കീം മിക്കവാറും അബോളിഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബിൾ ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇളവുകളെല്ലാം ഇപ്പുറത്തേക്ക് കേന്ദ്രീകരിച്ചത്. ഇത് തുടരാൻ താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്മൾ 80Dയിലേക്ക് ഉയർത്തി കൊടുക്കാം. ATC 2014, അതെ, ATCയിൽ 1 ലക്ഷം 2014 തീരുമാനിച്ചാണ്. 5,000 രൂപ ഇതുവരെ കൂട്ടിയിട്ടില്ല, ഇപ്പോഴും 1000 രൂപ കൂട്ടിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്നും പൂർണ്ണമായും സർക്കാർ പിന്മാറാൻ പോകുന്നു. ഇനി നിങ്ങൾ എല്ലാവരും, എല്ലാ സർക്കാർ ജീവനക്കാരും എന്താണ് ന്യൂ സ്കീം ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ 3 ലക്ഷത്തിന് മേലെയുള്ള എല്ലാവരിൽ നിന്നും നികുതി സർക്കാർ കിട്ടും. അതാണ് എന്റെ കുട്ടൻ സാറിന് മനസ്സിലായി. 3 ലക്ഷം രൂപയ്ക്ക് മേലെ സാറിന് 3 ലക്ഷത്തിൽ 1 രൂപ വരുമാനം ഉണ്ട് എങ്കിൽ സാർ 5% നികുതി കൊടുക്കേണ്ടി വരും. ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? പൊതിഞ്ഞു കടത്തി. ഇതിനാണ് ഞാൻ സൂത്രപ്പണി എന്ന് പറയുന്നത്. ഇത് അവര് ഇതിന്റെ കൊണ്ടുവന്ന ഒരു സൂത്രപ്പണിയാണ്. ഇത് നമ്മൾ കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ മാത്രമാണ് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് ഈ സർക്കാർ ജീവനക്കാരായിട്ടുള്ള ആളുകളോട് നിർദ്ദേശിക്കാനുള്ള ഒരു കാര്യം, ഇനി നിങ്ങൾക്ക് ഈ ടാക്സ് സേവിങ് എന്ന് പറഞ്ഞിട്ട് ഇതിന് പിന്നാലെ പോയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിന് പകരം ഈ തരത്തിലുള്ള ഈ തുക മറ്റേതെങ്കിലും മേഖല നിക്ഷേപമായിട്ട്, അതായത് മ്യൂച്വൽ ഫണ്ട് പോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളിലേക്ക് ഈ പണം വിനിയോഗിച്ചു കഴിഞ്ഞാൽ അതവിടെ കിടന്ന് വളരുമെങ്കിലും സംഭവിച്ചു. ഇതിലുള്ള തന്നെ ഇത്തരത്തിലൊരു ചർച്ച വ്യാപകമായി കണ്ടില്ല.
വേഗം വരാത്തത് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങാൻ പലരും. കാരണം എല്ലാവരും ഇതിൽ നിൽക്കുകയാണ്, എന്താണ് ഇതിന്റെ അബദ്ധം, ചെറിയ ലാഭത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ചെറിയ ലാഭത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ഈ ന്യൂ സ്കീം തിരഞ്ഞെടുക്കുന്നതിൽ വളരെ കുറവാണ്, ചെറിയ നമ്പറാണ്. ഓക്കെ, ഉയർന്ന ശമ്പളം ഉള്ളവർക്ക് ന്യൂ സ്കീം ലാഭകരമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് 10 ലക്ഷം രൂപ അതിന് 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് 15% ഇപ്പൊ പുതിയ സ്ലാബിൽ ന്യൂ സ്കീമിൽ വന്നിട്ടുള്ളത്. അതുപോലെ 15-ന് മേലുള്ളവർക്ക് മാക്സിമം 30%. അപ്പോൾ വലിയ തുക ശമ്പളം വാങ്ങുന്നവർക്കൊക്കെ ഈ പറഞ്ഞ ന്യൂ സ്കീം ലാഭകരമായ ആണ്. നേരത്തെ ആണ്, ഇപ്പോഴും ആണ്. പക്ഷെ അതിന് താഴെയുള്ള 10 ലക്ഷം രൂപ വരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിനുള്ള ആളുകളാണ് കൂടുതൽ. അവരെ സംബന്ധിച്ചിട്ട് ഈ ന്യൂ സ്കീം അപകടകരമാണ്. എല്ലാവരെയും ടാക്സ് നെറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഗൂഢതന്ത്രം ഇതിന്റെ പിന്നിലുണ്ട്. മാത്രമല്ല സാർ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇന്ത്യയിലെ 2% ആളുകൾ മാത്രമാണ് നീതി കൊടുക്കുന്നത്. അതായത് ഈ ആദായ നികുതി ശമ്പളക്കാരുള്ള ആളുകൾ. അപ്പൊ ഈ 2% കൊടുക്കുന്ന ഈ 2% ആളുകളെ ഇത്രത്തോളം ദ്രോഹിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ ആലോചിക്കണമായിരുന്നു. അവർക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം കൂടി ഉണ്ടാവണമല്ലോ, ഇല്ലാതെ ചെയ്യില്ലല്ലോ. പക്ഷെ നമ്മൾ ബഡ്ജറ്റ് നോക്കിക്കഴിഞ്ഞാലേ പിന്നെ വലിയ വരുമാനമുള്ളവർക്ക് റിബേറ്റ് കൊടുത്താലും കാണാൻ കഴിയും. ഏറ്റവും താഴെയുള്ളവർക്ക് ഈ പിന്നെ ആനുകൂല്യം കൊടുത്തു. മിഡിൽ ക്ലാസ്സിന് വെറും ഡിബേറ്റിനുള്ള അവസരം മാത്രമേ കൊടുത്തു. നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. വെറും സംവാദങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തത്. അപ്പുറത്ത് മുകളിലുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചൂടുക്കുന്നു, താഴെയുള്ളവർക്ക് ഈ പിന്നെ സ്വാഭാവികമായിട്ട് സാമ്പത്തികമായിട്ട് താഴെ നിൽക്കുന്നവർക്ക് സൗജന്യങ്ങളും മറിച്ചൊക്കെ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഇടയിൽ നിൽക്കുന്നവൻ ശമ്പളക്കാർ ഇപ്പോഴും ഈ പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കടന്ന് ഞെരുങ്ങുകയാണെന്നുള്ളതാണ്. ഇത് ഒരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു സൂത്രപ്പണിയാണ്, ഇവരെ വഞ്ചിച്ചതാണ്. അതാണ് ഒറ്റ വാക്കിൽ ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുന്നത്.